السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأزواجه وذرياته أجمعين. أما بعد، فقد قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. محترم و مکرم خلفائے کرام و علماء اعظام اور میرے عزیز بزرگوں اور ساتھیوں، اللہ تبارک و تعالیٰ کا ہم پر بڑا کرم، فضل اور اس کا یہ احسان ہے کہ اس نے ہم عاصی پرمعاصی خطا کار گنہگار بندوں کو اللہ اپنے حبیب امام الانبیاء احمد مجتبیٰ محمد مصطفیٰ صلی اللہ علیہ وسلم کی امت بابرکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا. الحمدللہ. വന്യരും ആദരണീയരുമായ ഖുലഫാക്കളെ, പ്രഗത്ഭരായ ഉലമാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹവും കൃപയും ഔദാര്യവുമാണ് സാധുക്കളായ പാപികളായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. مزید کرم کیا پروردگار نے اپنے حبیب کی امت کے ساتھ ہی ساتھ ہماری ہدایت و رہنمائی کے لیے اللہ تبارک و تعالی قرآن مجید کو بھی نازل فرمایا، اور اس کو سمجھانے والے، قرآن کے مطابق زندگی گزارنے والے اولیاء اللہ سے ہمیں نسبتیں بھی عطا فرمائی. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉത്തമ സമുദായത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തിയതിനോടൊപ്പം അല്ലാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഹിദായത്തിന് വേണ്ടി നമുക്ക് സന്മാർഗം കാണിക്കാൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു. ആ ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുകയും അത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഉന്നതരായ ഔലിയാക്കളുമായുള്ള ബന്ധം നൽകിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിച്ചു. اور ایسے پرفتن پرآشوب دور میں، ماحول میں، جہاں پر لوگ ہمارے عقیدوں کو خراب کرنے میں مصروف ہے، ایسے دور میں اللہ تبارک و تعالی ہمارے عقیدوں کی اصلاح کے لیے ایسی محفلوں میں جمع ہونے کی اللہ نے توفیق عطا فرمائی، تاکہ حقیقی دین کو سمجھ کر ہمارے عقیدوں کی اصلاح کر کے ہم اللہ کو راضی کرتے ہوئے اور اس کے حبیب کو راضی کرتے ہوئے زندگی بسر کر سکیں. ദൂഷ്യങ്ങളും കുഴപ്പങ്ങളൊക്കെ വർദ്ധിച്ച
ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസങ്ങളെ താറുമാറാക്കുന്ന ദുശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസങ്ങളിൽ സംഭവിക്കുന്ന തകരാറുകളെ നികത്താൻ മതിയായ, നന്നാക്കാൻ മതിയായ, കുഴപ്പങ്ങൾ നീക്കിക്കൊണ്ട് നമ്മളെ ഇസ്ലാഹ് ചെയ്യാൻ മതിയായ ഇതുപോലത്തെ ഉന്നതമായ സദസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. ഈ സദസ്സുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളെ ദൂരീകരിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പ്രീതി കരസ്ഥമാക്കാനുള്ള ഉന്നതമായ അവസരമാണ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. अल्लाह तबारक व ताला हम सबों पर बड़ा करम किया अपने हबीब के सदक़े में। आज तरीक़त कॉन्फ्रेंस का दूसरा दिन, इख्तितामी महफ़िल, अल्लाह इसको हमारी ज़िंदगी की आखिरी महफ़िल न बनाए, बल्कि ऐसे महफ़िलों में बार बार हमें शरीक होने की और सही तरीक़त को समझने की जो मुहम्मदुर रसूलुल्लाह ने बयान किया, समझ कर ज़िंदगी गुजारने की अल्लाह तौफ़ीक़ अता करे. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമാണ് ഇന്ന് തരീഖത്ത് സമ്മേളനത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം. അതിൻ്റെ സമാപന ചടങ്ങിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അല്ലാഹു തആല ഈ സദസ്സിനെ നമ്മളുടെ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ധാരാളം സദസ്സുകളും സന്ദർഭങ്ങളും നേടിയെടുത്ത് അള്ളാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്താനും, യഥാർത്ഥ തരീഖത്ത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ തരീഖത്ത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നേറാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ. अल्लाह तबारक व ताला जब इंसान को अल्लाह ने पैदा किया तो इंसानों को पैदा करने के बाद अल्लाह ने अपने मंशा को भी बयान किया, दीन को बयान किया, अपने क़ानून, अपनी मर्ज़ी को अल्लाह ने बयान किया. वो अल्लाह अपने मंशा को बयान करने के लिए वक्तन फ़वक्तन जब भी मखलूक को ज़रूरत महसूस हुई, अल्लाह ने अंबिया को मबूस करता गया. हज़रत आदम अलैहिस्सलाम से लेकर आखिरी नबी ख़ातिमुन नबीयीन हमारे और आपके आका मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को अल्लाह इस दुनिया में मबूस किया. हर नबी का यही काम कि वो अपनी उम्मत के दरमियान रहकर अल्लाह के मंशा को अपनी उम्मत को बतलाए, अल्लाह के मंशा के मुताबिक उनको ज़िंदगी गुजारने का तरीक़ा उनको समझाए, ज़ौक़ और शौक़ उनके अंदर पैदा करे. ये नबियाँ, ये अम्बिया का सिलसिला जब ख़त्म हुआ तो अल्लाह ने इस सिलसिले को औलिया के ज़रिए आगे बढ़ाया, जिसमें सबसे पहले सहाबा ने सारी दुनिया में फैल कर अल्लाह के बंदों को अल्लाह के मंशा को बतलाते गए. जब सहाबा का दौर ख़त्म हुआ तो औलिया की इब्तिदा अल्लाह ने किया, ताबईन, तबुत ताबईन, आइम्मा सुलहा जब इस दुनिया में तशरीफ़ लाए तो उनका भी यही काम. और अल्हम्दुलिल्लाह आज भी औलिया अल्लाह के ज़रिए ये काम को अल्लाह दुनिया में फैला रहा है. आज भी हम जो दीन की जो गुफ्तगू कर रहे हैं, यही औलिया अल्लाह का वसीला है. और इंशाअल्लाह क़ियामत तक भी अगर हम दीन का ज़िक्र करेंगे, तज़किरा करेंगे, तो इन्हीं औलिया अल्लाह की जहद मुसलसिल रहेगी. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു തആല അവരുടെ മുന്നിൽ തൻ്റെ ദീന്, തൻ്റെ മനുഷ്യ താല്പര്യം എന്താണ്, ഈ വസ്തുത ഈ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല പ്രദാനിച്ചു. അള്ളാഹുവിൻ്റെ താല്പര്യം
അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഈ പരിശുദ്ധ ദീന് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹദ്റത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ഈ അമ്പിയാക്കൾ ഓരോ കാലഘട്ടത്തിലും എപ്പോഴൊക്കെ ആവശ്യമായി വന്നോ അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ താല്പര്യം എന്താണ്, ഈ മനുഷ്യർക്ക് ജീവിക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ച നിയമം എന്താണ്, അവർ ഏത് വിശ്വാസവും ആചാരവും പ്രവർത്തനവുമാണ് നിലനിർത്തി പോരേണ്ടത്, ഈ വസ്തുത ഓരോ കാലഘട്ടങ്ങളിലും ഈ അമ്പിയാക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സഞ്ചയത്തിന്, മനുഷ്യ സമൂഹത്തിന് പ്രധാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതരായി അവരും ലോകത്ത് ആകമാനമുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ വ്യവസ്ഥകൾ ജനങ്ങളെ അറിയിച്ചു. മഹാന്മാരായ അമ്പിയാക്കളുടെ ശൃംഖല അവസാനിച്ചപ്പോൾ പിന്നെ ഈ ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഈ സന്ദേശം, നിയമങ്ങൾ, വ്യവസ്ഥകൾ എത്തിക്കുക എന്നുള്ള ഈ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മൻഷ എന്താണ്, അവൻ്റെ താല്പര്യം എന്താണ്, അവൻ്റെ നിയമം എന്താണ്, അവൻ്റെ വ്യവസ്ഥ എന്താണ്, ഈ കാര്യം ലോകത്ത് ആകമാനം അവർ വിളംബരം ചെയ്യുകയും എത്തിക്കുകയും ചെയ്തു. മഹാന്മാരായ സഹാബത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, അയിമ്മത്തിലൂടെ, ഉലമാക്കൾ, മശായിഖന്മാരിലൂടെ ഇന്ന് വരെ ഈ പരിശുദ്ധ ദീനിൻ്റെ കാര്യം നാം സംസാരിക്കുന്നുവെങ്കിൽ ഈ ഔലിയാക്കളായ മഹാന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ താല്പര്യം നമുക്ക് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എത്തിച്ചു തന്നതിൻ്റെ പേരിലാണ് ഈ പരിശുദ്ധ ദീനിൻ്റെ പേരിൽ ഈ അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മിലേക്ക് ഇതെത്തിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലൂടെയാണ്. ഇന്നും അതെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ഈ വ്യവസ്ഥ, അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ തീരുമാനങ്ങൾ ലോകത്തുള്ള ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആ എത്തിക്കൊണ്ടിരിക്കുന്നതും ഇതേ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരിലൂടെ തന്നെയാണ് അന്ത്യനാൾ വരെ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. हाज़रीन इकराम, ये अब तक भी जो पहुँचा है हमारे दरमियान, ये अल्लाह का फ़ज़ल है, मुहम्मदुर रसूलुल्लाह का सदक़ा है, इन औलिया अल्लाह की मेहनत। और क़ियामत तक भी जो पहुँचेगा यही औलिया अल्लाह के ज़रिए अल्लाह दीन को पहुँचाएगा। ये अल्लाह का काम है, अल्लाह इस दीन की हिफाजत फरमाने वाला है। जब ये दीन को जब अल्लाह अपने बंदों के दरमियान जब बयान किया, जब ये दीन हमारे सामने आया, जब दीनदार अल्लाह ताला हमको घराने में जब पैदा किया, जब मुसलमान बनाकर अल्लाह हमको इस दुनिया में भेजा है, हमारा काम क्या है? हम इस दीन को सही समझने की हम कोशिश करें। दीन अल्लाह तबारक व ताला अपने कलाम में क्या इरशाद फरमा रहा है? इन्ना दीन इंदल्लाहिल इस्लाम, बेशक अल्लाह के नज़दीक अगर काबिल क़बूल अगर दीन है तो सिर्फ और सिर्फ दीन इस्लाम है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീലയിലൂടെ, അവരുടെ ധർമ്മമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ വ്യവസ്ഥ ഇന്ന് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ ദീന് ഏതൊന്ന് നമ്മുടെ കയ്യിലുണ്ടോ, അല്ലാഹു തആല സംവിധാനിച്ച അല്ലാഹുവിൻ്റെ ഈ വ്യവസ്ഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചതായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ വ്യവസ്ഥകൾ ഇന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സഹാബത്തിനോടൊപ്പം ശേഷം പിന്തുടർന്നു വന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരിലൂടെയാണ് നമ്മിലേക്ക് ഇതുവരെ ഈ ദീന് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ദീന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നാം നിർവഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ വ്യവസ്ഥ ഏതോ ആ വ്യവസ്ഥക്കനുസരിച്ചുള്ള ജീവിതമാണ് നമ്മളൊക്കെ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആ വ്യവസ്ഥ എന്താണ് എന്ന്
അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീന് അത് ഇസ്ലാം മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നു. हज़रीन इकराम, ये जब अल्लाह ताला काबिल क़बूल जब दीन का जब जिक्र कर रहा है तो वो इस्लाम का अल्लाह जिक्र कर रहा है। तो इस्लाम को, दीन को हम कामिल तौर पे हम समझने की हम कोशिश करें। अगर हम दीन के हम सारे उन्वान को अगर कुरान और हदीस की रोशनी में अगर हम जायज़ा ले, दो ही चीज़ें हमारे सामने आएगी। एक अहम उन्वान जो दो है वो ये कि पहला, सबसे पहला ईमान और उसके बाद अमल सालेह। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഈ പരിശുദ്ധമായ ദീന് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ദീന് മനസ്സിലാക്കുകയും ഈ ദീനനുസരിച്ച് ജീവിക്കാൻ നാം ഒക്കെ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ദീന് ഏതെല്ലാം കാര്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദീന് നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്, ആ കാര്യങ്ങളെ മൊത്തത്തിൽ നമ്മളിത് ഇനമാക്കി മാറ്റുകയാണെങ്കിൽ, വിഭജിക്കുകയാണെങ്കിൽ, ഏറ്റവും മുഖ്യമായി രണ്ട് കാര്യങ്ങളാണ് ഈ പരിശുദ്ധ ദീന്, അള്ളാഹുവിൻ്റെ ഈ വ്യവസ്ഥ നമ്മളെ മുമ്പിൽ വിവരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഈമാൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അമല സാലിഹ്, സൽപ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളിലായി പരിശുദ്ധ ദീന് സംവിധാനിച്ച മൊത്തം കാര്യങ്ങളെ ഓഹരി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ये दो ही उन्वान पर सारे दीन का इन्हिसार है, ईमान और अमल सालेह। अल्लाह भी अपने कलाम में कई मकामात पर अल्लाह बयान कर रहा है, ईमान वालों का जिक्र हो रहा है और उसी के साथ साथ ये भी जिक्र हो रहा है आमनू आमिलुस सालिहात, ईमान और अमल सालेह। ईमान और अमल सालेह, ये ईमान और अमल सालेह जब ये दीन का जब अहम उन्वानात जब है तो इस उन्वानात को सबसे पहले मोहम्मदुर रसूलुल्लाह ने अपने सहाबा को बतलाया। जब सहाबा के दौर में जब ये दीन सारे आलम में जब फैलना जब शुरू किया, जब सारे आलम में ये दीन जब पहुंचा तो ये दीन की वसअत को देखते हुए दो हिस्सों में ये तकसीम हो गया। एक अमल सालेह जिसको करने में उलमा आगे बढ़े और ईमान को सुधारने में औलिया अल्लाह का काम जिम्मेदारी शामिल रही। ബഹുമാനികളെ, മൊത്തം ദീന് നിലകൊള്ളുന്നത് നാം പരിശോധിച്ചാൽ സുപ്രധാനമായി ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് സൽപ്രവർത്തനങ്ങൾ, അമല സാലിഹ്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഈമാനിനെ കുറിച്ച് ചർച്ച ചെയ്തതായി നമുക്ക് കാണാം. ആ ഈമാനിനോടൊപ്പം തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്ന കാര്യം പിന്നെ ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ, സൽപ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഖുർആനികമായ പല ആയത്തുകളും നമുക്ക് കാണാനും ഓതാനും സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൻ്റെ മുഖ്യമായ ഈ രണ്ട് കാര്യങ്ങൾ, ഈമാൻ, സാലിഹ്, അമല സാലിഹ്, സൽപ്രവർത്തനം, ഈ രണ്ടും സമ്പൂർണമായ നിലക്ക് മഹാന്മാരായ സ്വഹാബത്തിലേക്ക് പകർന്നു കൊടുക്കുകയും അത് രണ്ടും അനുസരിച്ചുള്ള ജീവിതം മഹാന്മാരായ സ്വഹാബത്ത് നയിക്കുകയും ഈമാനിലും സമ്പൂർണരായി നിലകൊണ്ടു, സാലിഹ്, അമല സാലിഹ്, സൽപ്രവർത്തനങ്ങളിലും അവർ സമ്പൂർണരായി മാതൃകാദർശികളായി നിലകൊള്ളുകയാണ് ചെയ്തത്. ഇങ്ങനെ നിലകൊണ്ട് മുന്നേറുന്നതിന് മധ്യേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ പരിശുദ്ധ ദീന് എത്തിയപ്പോൾ അതിൻ്റെ വിശാലതക്കനുസരിച്ചുകൊണ്ട് ശേഷകാലത്ത് ഉന്നതന്മാരായ മഹാന്മാരിൽ നിന്ന് ഒരു ഭാഗം ഈ സൽപ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിൽ തന്നെയായി ഒരു ഭാഗം മുഴുകിയപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മുഹഖിഖീങ്ങളായ റബ്ബാനീയങ്ങളായ ഉലമാക്കളിൽ നിന്ന് ഒരു വിഭാഗം
ഈ ദീനിന്റെ മറുവശമായ ഈമാനിക വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അതിന് ഊന്നൽ നൽകിക്കൊണ്ട് അതിന് പ്രത്യേകം ചർച്ച നടത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഒരു വിഭാഗം മുഴുകുകയും മറ്റൊരു വിഭാഗം ദീനിന്റെ പ്രവർത്തനങ്ങളെ അമലുകളെ ശരിയാക്കുന്ന രംഗത്തുള്ള വിശദീകരണങ്ങളുമായി മറ്റൊരു വിഭാഗം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. बुजुर्गों, जब ये दीन की वसअत को देखते हुए जब उलमा ने जब अमल सालेह पर जब काम किया और कुछ फिरका कुछ लोग जो अल्लाह के महबूब बंदे हैं वो ईमान को जब सुधारने की जब वो कोशिश में लगे हुए रहे, ईमान की इशाअत व तबलीग में जब मसरूफ रहे, तो ये दो काम भी अल्हम्दुलिल्लाह आज तक भी जारी है। कुछ लोग जो सिर्फ अमल सालेह को जिक्र करते हैं, तो ईमान के कुछ ऐसे अल्लाह के बंदे भी हैं जो ईमान पर जोर देते हैं। ये लोग भी अल्हम्दुलिल्लाह आज तक भी काम कर रहे हैं, ये लोग भी अल्हम्दुलिल्लाह आज तक भी काम कर रहे हैं। लेकिन अफसोस की बात, शैतान हमको यहाँ पर एक धोखा दे रहा है। वो ये हमारे अंदर ये ख्याल पैदा करता है अमल सालेह कर लेंगे काफ़ी होगा, ईमान की इस्लाह की क्या ज़रूरत है, औलिया अल्लाह के सोहबत में बैठने की क्या ज़रूरत है। और कुछ लोगों को ये धोखा दे रहा है शैतान कि ईमान ला लिए हैं, औलिया अल्लाह की सोहबत इख्तियार कर लिए हैं, तो फिर अमल सालेह करने की क्या ज़रूरत है। अल्लाह का करम है, अल्लाह हमको उस रास्ते पर चलने वाले लोगों के साथ अल्लाह हमको उन लोगों की सोहबत अता फरमाया है जो मुहम्मदुर रसूलुल्लाह का अकीदा है, जो मुहम्मदुर रसूलुल्लाह का अकीदा है। ईमान भी ज़रूरी है, अमल सालेह भी ज़रूरी है। ईमान के साथ साथ अगर अमल सालेह होगा तो इंशाअल्लाह अल्लाह ज़रूर हम पर फजल फरमाएगा और अपने वादों का अल्लाह अपने हबीब के सदक़े में हम सबों को मुस्तहक़ बनाएगा। ബഹുമാനികളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ പരിശുദ്ധ ഇസ്ലാം വ്യാപിച്ചപ്പോൾ ഓരോന്നിനെയും വ്യത്യസ്തമായി വിശദീകരിക്കൽ അനിവാര്യമായി വന്നപ്പോൾ ഉന്നതന്മാരായ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അടിമകളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ സൽപ്രവർത്തനങ്ങളെക്കുറിച്ച് അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കിതാബുകൾ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതിനാവശ്യമായ പഠനങ്ങൾ നടത്തുകയും ജനങ്ങളിലേക്ക് ക്രോഡീകരിച്ചത് എത്തിക്കുകയും ചെയ്തു. അത് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം അവർ അമലുകളിൽ മാത്രം മുഴുകി ഈമാനിനെ ഒഴിവാക്കി എന്നല്ല, അവർ ഊന്നൽ നൽകിയത് ഈ പ്രവർത്തനപരമായ കാര്യങ്ങൾക്കാണ്. അതോടൊപ്പം ഈ മറ്റൊരു മറുവശമായ ഈമാനിനെയും അവർ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നതുപോലെ തന്നെ മറുവശത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അടിമകളിൽ നിന്ന് ഒരു വിഭാഗം ഈമാനിന്റെ ആഴങ്ങളെക്കുറിച്ച് അതിൻ്റെ പഠനങ്ങളെക്കുറിച്ച് വിശ്വാസകാര്യങ്ങളെ മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിശദീകരണങ്ങൾ എന്താണ്, അതിൻ്റെ പഠനം എന്താണ്, ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നവർ മുഴുകി ആ കാര്യത്തിന് അവർ ഊന്നൽ നൽകിയപ്പോൾ അവരും അതോടൊപ്പം സൽപ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ആ മഹാന്മാരും പ്രവർത്തിച്ചു പോന്നത്. ഇങ്ങനെ ഈ രണ്ട് വിഭാഗമായിക്കൊണ്ട് ഒരു വിഭാഗം വിശ്വാസപരമായ ആന്തരീയമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു വിഭാഗം പ്രവർത്തനമായ ബാഹ്യമായ പ്രവർത്തനങ്ങൾ അമലുകളുടെ കാര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. ഈ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മഹാന്മാരായ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഓരോന്നും രണ്ട് വ്യത്യസ്ത ശാഖകളായി ഓരോന്നിനെയും വിശദീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശത്രുവായ പിശാച് ചില അറിവില്ലാത്ത ആളുകളോടൊപ്പം കൂടിക്കൊണ്ട് അവൻ പഠിപ്പിച്ചു കൊടുത്തു, നമ്മൾക്ക് സാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ പോരെ, അതല്ലേ ദീനിന്റെ പ്രധാനമായ കാര്യങ്ങൾ. ഈ സൽപ്രവർത്തികളൊക്കെ നമ്മളിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ വ്യവസ്ഥ നമ്മൾ പൂർത്തീകരിച്ചവരായില്ലേ. പിന്നെ ഈമാനികമായ പഠനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെ സഹവസിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇത് ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ മറ്റും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ എന്ന തീരുമാനത്തിലായി അതിൽ മുഴുകി പലരെയും ഈ പിശാച് പിഴപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു വിഭാഗം നമ്മളുടെ ഈമാന് ശക്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുമായി ബന്ധമായിട്ടുണ്ട്, അവൻ്റെ ഔലിയാക്കളുടെ സംഘത്തോടൊപ്പം ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ഈമാൻ ശരിയാക്കിയാൽ പോരെ,
അമലിൽ പോരായ്മകളൊക്കെ ഉണ്ടായി, കുറവുണ്ടായാൽ അതത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്ന് മനസ്സിലാക്കി അവര് അമലിന്റെ ലോകത്ത് പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥ അവരിലും ഉണ്ടായി. അവരെയും ഇങ്ങനെ ശൈത്താൻ പിഴപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു വിഭാഗം വിശ്വാസം മതി, അമൽ ആവശ്യമില്ല എന്നും, മറ്റൊരു വിഭാഗം അമലുകൾ മതി, വിശ്വാസം അത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന നിലക്കും പ്രവർത്തിച്ചു പോരുന്ന മധ്യേ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മേൽ ചെയ്ത അനുഗ്രഹമാണ്. എപ്രകാരം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസകാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചോ അതേ പ്രാധാന്യം വിശ്വാസകാര്യങ്ങൾക്ക് നൽകിക്കൊണ്ടും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽപ്രവർത്തനങ്ങൾക്ക് ഏതൊരു പ്രാധാന്യം കൽപ്പിച്ചോ അതേ പ്രാധാന്യം സൽപ്രവർത്തനങ്ങൾക്ക് കൽപ്പിച്ചുകൊണ്ടും രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുന്നേറുന്ന ഒരു വിഭാഗവുമായുള്ള ബന്ധമാണ് സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ആവശ്യമായ വിശ്വാസത്തെയും സൽപ്രവർത്തനങ്ങളെയും രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ മുന്നേറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥമായ ആ മാതൃകം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും തൃപ്തിപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. बुजुर्गों और दोस्तों, हमारे लिए ईमान और अमल सालेह ये दो भी जरूरी है. ये दोनों में से अगर एक भी अगर छोड़ेंगे, तर्क करेंगे, कभी हम अल्लाह के इनाम याफ्ता बंदे, कभी हम अल्लाह के महबूब बंदों में हम अपने नाम को शामिल नहीं कर सकते. हाज़रीन कराम, आज शैतान हमको किस अंदाज से धोखा दे रहा है. अगर हम उसके धोखों की अगर हमको तारुफ होगा, शैतान की अगर तारुफ होगा, हमको पता लगेगा कि हमारे अंदर जो कैफियत पैदा हुई है, ये कैफियत को ना अल्लाह पसंद करेगा ना मुहम्मदुर रसूलुल्लाह पसंद करेंगे. आज हमारी क्या कैफियत हो गई है, दोनों में हमसे दोनों को तो पहले तो हम आज दौरे हाजिर का मुसलमान कुछ ऐसे लोग भी हैं जिनको ना ईमान से ना अमल सालेह से किसी से ताल्लुक नहीं है. बास को किसी से ताल्लुक नहीं है बुजुर्गों. लेकिन हमारे लिए ये ईमान और अमल सालेह दोनों भी जरूरी है. उसकी वजह यह है कि ईमान अल्लाह के महबूब बंदों ने हमको बतलाया है. ईमान असल है और अमल फरा है. ईमान मुकद्दम है और अमल बुजुर्गों मुआखिर है. बुजुर्गों, हमको बतलाया गया है ईमान हमारे लिए जरूरी है. ईमान हमारे लिए जरूरी है. ईमान अगर हमारे अंदर पैदा होगा, अल्लाह हम पर फजल फरमाएगा. ईमान का ताल्लुक हमारे बातिन से है तो अमल का ताल्लुक हमारे जाहिर से है. ബഹുമാനികളെ, ഈ രണ്ട് കാര്യങ്ങളും ഈമാനും സൽപ്രവർത്തനങ്ങൾ അമല സാലിഹും രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധകാരമായ കാര്യങ്ങളാണ് നമ്മുടെ മേൽ. ഈമാനിനെയും മാറ്റി നിർത്താൻ പറ്റുകയില്ല, സൽപ്രവർത്തനങ്ങളെയും മാറ്റി നിർത്താൻ പറ്റുകയില്ല. രണ്ടിനെയും ഒരേ സമയം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിർവഹിക്കുന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ ഏവരുടെയും മേലുള്ളത്. എന്നാൽ ഈ രംഗത്ത് ശൈത്താൻ പിഴപ്പിച്ചത് കാരണത്താൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുസൽമാൻ എന്ന പേരിലുള്ളവർ തന്നെ ഈമാനുമായും അവർക്ക് ബന്ധമില്ല, സൽപ്രവർത്തനങ്ങളുമായും അവർക്ക് ബന്ധമില്ല, ഒരു കാര്യവുമായി ബന്ധമില്ലാതെ മുസ്ലിമായി നടക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചിലരാകട്ടെ അവർ ഈമാനികമായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അമലുകളുമായി അവർക്ക് ബന്ധമില്ല. എന്നാൽ മറ്റു ചിലരാകട്ടെ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എന്നവകാശപ്പെടുമ്പോൾ ഈമാനികമായ കാര്യങ്ങളിൽ അവർ പാടെ വട്ടപൂജ്യമായ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഈ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമാണ്. ഈമാനും അത്യാവശ്യമായതാണ്, സൽപ്രവർത്തനങ്ങളും അത്യാവശ്യമായതാണ്. ഒന്നിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റുകയില്ല, രണ്ടും വേണ്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടിനെയും നമുക്ക് പകർത്തിത്തരുന്ന ഉന്നതന്മാരായ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ ഔലിയാക്കളുടെ ബന്ധമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ബഹുമാനികളെ, ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാര് ഈ ഈമാന് അമല സാലിഹ് രണ്ടിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് അവ ഓരോന്നിനുമുള്ള വ്യത്യാസങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. അവർ പറഞ്ഞു തന്നു, ഈ ഈമാന് അമല സാലിഹ് എന്നതിൽ ഈമാൻ എന്നുള്ളത് അടിത്തറയാണ്, അസ്ലാണ്.
അതാണ് അടിത്തറ ദീനിന്റെ. ഈ അമൽ സാലിഹ് എന്ന് പറയുന്നത് അതിന്റെ ഫറആണ്, അതിന്റെ ശിഖരങ്ങളാണ്. ഈ അടിത്തറയുടെ മേൽ ഉറച്ചു നിൽക്കുന്ന ശിഖരങ്ങളും കനികളും പൂവുകളുമാണ് ഈ സൽപ്രവർത്തനങ്ങൾ എന്ന് അവരതിന് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തന്നു. അതോടൊപ്പം ഈ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, മുന്തിയത് മുഖദ്ദമായത്, അത് ഈമാനാണ്. ഈ ഈമാൻ ഉള്ളവനാണ് അതിൻ്റെ ഫറആയ ശിഖരങ്ങളായ സൽപ്രവർത്തനങ്ങളെ തൻ്റെ ഉള്ളിൽ നിലനിർത്തുക. ഈമാന് മുഖദ്ദമാണ്, അമലു സാലിഹ് മുഅഖറാണ്. എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ അടിമകൾ നമുക്ക് മനസ്സിലാക്കി തന്നു, ഈമാനിന്റെ ബന്ധം നമ്മുടെ പ്രത്യക്ഷ നാവിനോടോ ശരീരത്തോടോ അല്ല, നമ്മുടെ പുറം ഭാഗങ്ങളോടല്ല. അതിൻ്റെ ബന്ധം നമ്മുടെ അകത്തോടാണ്, നമ്മുടെ ഹൃദയത്തോടാണ്. എന്നതുപോലെ തന്നെ സൽപ്രവർത്തനങ്ങൾ, അതിൻ്റെ ബന്ധം നമ്മുടെ നാവിനോടും നമ്മുടെ പ്രഥമ ശരീരത്തോടുമാണ്. ഈ വ്യത്യാസങ്ങൾ, ഈമാൻ എന്ന് പറയുന്നത് അത് സർവ്വസമയത്തും നിലകൊള്ളേണ്ട ഒന്നാണ്. അമലുകളാണെങ്കിലോ അതിന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതാണ്. ഇങ്ങനെ ഇവ ഓരോന്നിനെയും അള്ളാഹുവിൻ്റെ അഹ്ലുകാര് രണ്ടിൻ്റെയും പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ട് ഓരോന്നിനെയും നിലനിർത്തേണ്ട ബാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. हमको उलमा ने बतलाया है, अल्लाह वालों ने बतलाया है, अल ईमानु सिर्रुन वल इस्लाम अलानिया। ईमान का ताल्लुक हमारे बातिन से है और इस्लाम का ताल्लुक हमारे जाहिर से है। हमारा जाहिर का हमारे जब इस्लाम का ताल्लुक हमारे जाहिर से है तो अमाल मौखती है, और जिसका ताल्लुक हमारे बातिन से है ईमान का, वो मौखती नहीं बल्कि दाइमन है। हम पैदा हुए जब से लेकर हमारी मौत तक ईमान हमारे लिए ज़रूरी है, लेकिन अमल सालेह के लिए हर चीज़ के लिए वक्त है। अगर वक्त मुकर्ररा पर अगर वो अमल अदा कर लेंगे तो हम उसके हक़ को अदा कर दिए। लेकिन ईमान का मामला क्या है, वक्त नहीं है, बल्कि थोड़ी देर ईमान है फिर इसके बाद ईमान हमारे अंदर से चला गया, ये ईमान वाले की निशानी नहीं, बल्कि दाइमन हम पैदा हुए जब से लेकर हमारी मौत तक ये हमारे अंदर जारी व सारी है। अगर हमारी नज़र हमारे जिस्म से ज़्यादा अगर हमारे क़ल्ब पर होगी तो इंशाअल्लाह अल्लाह ताला हमारे जाहिर की व बातिन की दोनों की इस्लाह फरमाएगा. ബഹുമാനികളെ, ഈ ദീനിൻ്റെ രണ്ട് വശങ്ങൾ, അവ രണ്ടിൻ്റെയും പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ പറഞ്ഞു, അൽ ഈമാനു സിർറുൻ വൽ ഇസ്ലാമു അലാനിയ. ഈമാൻ എന്ന് പറയുന്നത് ഒളിഞ്ഞുകിടക്കുന്ന ഉള്ളിലുള്ള ഒരു കാര്യത്തിൻ്റെ പേരാണ്. സാലിഹ ഇസ്ലാം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായ ശരീരത്തിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഒന്നാണ്. ഒന്ന് രഹസ്യമായിട്ടാണുള്ളത്, ഒന്ന് പരസ്യമായി നമുക്ക് കാണപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ പേരിൽ തന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്, അത് ഈ രഹസ്യമായ നമ്മുടെ കൽബുമായി ബന്ധപ്പെട്ട ഒന്നാണ്, നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ഒന്നാണ്. ഈ ഉള്ളിൽ നിലകൊള്ളുന്ന കാര്യത്തിന് ഒഴിവില്ല. അത് എന്ന് മുതൽ ഈ ഈമാൻ നമ്മളുള്ളിൽ ജനിച്ചോ മരിക്കുന്നത് വരെ ഒരു സമയത്തേക്ക് പോലും ഇടയില്ലാതെ വിടവില്ലാതെ സദാസമയം നമ്മുടെ ഉള്ളിൽ നിലകൊള്ളേണ്ട ഒരു നിർബന്ധമായ കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, സാലിഹായ അമല് എന്ന് പറയുന്നത് അത് മുവക്കത്തിയാണ്, സാന്ദർഭികമായി മാത്രമുള്ളതാണ്. അതിൻ്റെ സമയങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അത് നിർവഹിക്കുക എന്നുള്ളത് ആവശ്യമായതാണ്. ആ സമയത്ത് അതിനെ ഒഴിവാക്കാൻ പറ്റുകയില്ല. എന്നാൽ എന്നതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തോട്, കൽബിനോട്, ഉള്ളിനോട് ബന്ധപ്പെട്ട, നമ്മുടെ ആന്തരികത്തോട് ബന്ധപ്പെട്ട ഈമാന്, കുറച്ച് സമയം നമുക്ക് ഈമാനുണ്ട്, പിന്നെ കുറച്ച് സമയം നമ്മൾ ഈമാനിന് പുറത്താണ്. ഇങ്ങനത്തെ ഒരവസ്ഥ ഒരു വിശ്വാസിയുള്ളിൽ സംഭവിക്കാനേ പറ്റുകയില്ല. അവൻ എന്നും ഈ വിശ്വാസത്തിലും ഈമാനിലും നിലകൊള്ളേണ്ടവനാണ്. എന്നാൽ സൽപ്രവർത്തനങ്ങൾ അങ്ങനെയല്ല. അതിൻ്റെ സമയം വരുമ്പോൾ ആ സമയത്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ സദാസമയം നിലനിൽക്കേണ്ട ഈ ഈമാനിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ മുറിയാതെ നിരന്തരമായി നാം നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് ഈ ദീനിൻ്റെ യഥാർത്ഥമായ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പൂർത്തീകരിച്ചു തരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ഏതോ ആ വാഗ്ദാനങ്ങൾ നമ്മളിൽ പുലരാൻ തുടങ്ങും.
എന്ന് മാത്രമല്ല സൽപ്രവർത്തനങ്ങളും തടസ്സമില്ലാതെ നമ്മിലൂടെ നടക്കുകയും ചെയ്യുന്നൊരവസ്ഥ അല്ലാഹു തആല നമുക്കുണ്ടാക്കി തരുന്നതാണ്. अल्लाह का करम है, अल्लाह हमको मोहम्मदुर रसूलुल्लाह का गुलाम बनाया है। जब हमको अल्लाह इस उम्मत में पैदा किया, क्या क्या एहसानात अल्लाह ने हम पर किया। अल्लाह ताला क्या इरशाद फरमा रहा है, वअस्बग़ अलैकुम निअमहु ज़ाहिरतन व बातिना, मैंने तुम पर नेमतें ज़ाहिरी व बातिनी दोनों नेमतों को मैं तुम पर मुकम्मल किया हूँ। जब अल्लाह हम पर दोनों नेमतों को जब मुकम्मल किया, हमारा काम क्या होना था, नेमतें ज़ाहिरी ईमान इस्लाम के साथ साथ नेमतें बातिनी ईमान को भी हम हासिल करना था। आज ये इस्लाम और ईमान को हम तर्क करने की वजह से, अमल साले अमल को और ईमान को तर्क करने की वजह से, दोनों में से एक पर इक्तफा करने की वजह से आज हमारी क्या कैफियत हो गई है। आज हमको ना अल्लाह से ताल्लुक पैदा है, ना अल्लाह से मोहब्बत है, ना हमको अल्लाह से खशियत है। सिर्फ इतना ही नहीं, बल्कि हम अल्लाह को याद भी करते हैं, तो हम अल्लाह का जब जिक्र भी करते हैं, हम ये समझते हैं कि अल्लाह मुझसे दूर है। हम ये समझते हैं अल्लाह के क्या एहसानात मुझ पर है। हम ये समझते हैं कि मैं अल्लाह को याद कर रहा हूँ। बुजुर्गों, ये कैफियत को हम ख़त्म करना अपने अंदर से। अगर हम ईमान के साथ साथ अमल सालिह भी अगर करते, हमारी क्या कैफियत होती, हमको अल्लाह से ताल्लुक़ पैदा होता, रब पैदा होता, खशियत और मोहब्बत पैदा होती, और जब हम अल्लाह का नाम लेते तो दिल लरज़ जाता। सिर्फ इतना ही नहीं, बल्कि जब हम अल्लाह का नाम लेते ये कैफियत हमारे अंदर पैदा होती, मैं नहीं ले रहा हूँ बल्कि मेरा रब मुझसे लेने लगा रहा है। ये एहसास बंदे के अंदर पैदा होता है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാം അതിൻ്റെ അനുഭവത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യേണ്ടവരാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുലാമീങ്ങളായി നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തു. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ ഗുലാമീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഗുലാമീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ അറ്റമെത്രയാണ്, എന്തെല്ലാം വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ ചുരുങ്ങിയ ഭാഷയിൽ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വ ബാത്തിന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ അവന്റെ അനുഗ്രഹങ്ങളെ പൂർത്തീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഏതൊക്കെ അനുഗ്രഹങ്ങളാണ്? ഒന്ന്, ബാഹ്യമായ അനുഗ്രഹങ്ങള്. ഇസ്ലാമിന്റെ പേരിൽ ബാഹ്യമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയെങ്കിൽ, ഈമാനിന്റെയും അതിലപ്പുറമുള്ള കാര്യങ്ങളുടെ പേരിൽ ബാത്തിനിയായ ആന്തരീയമായ നിഅമത്തുകളെയും അനുഗ്രഹങ്ങളെയും ഇതാ ഞാൻ നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി കൊണ്ട് പാപികളായ സാധുക്കളായ അവിടുത്തെ ഗുലാമീങ്ങളായ നമ്മുടെ മേൽ ബാഹ്യമായ നിഅമത്തുകളെയും പൂർത്തീകരിച്ചിരിക്കുന്നു, ആന്തരികമായ അനുഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് രണ്ടും പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ നാം ബാഹ്യ അനുഗ്രഹമായ ഇസ്ലാമിനെയും പൂർണ്ണമായി മാറോട് ചേർക്കേണ്ടവരാണ്. ഇസ്ലാമിന്റെ ആന്തരിക അനുഗ്രഹമായ ഈമാനിനെയും അതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ്. പക്ഷേ ദുഃഖകരമായ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മിൽ പലരും നാം ആന്തരികമായ നിഅമത്ത് ഈമാനിനും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, ബാഹ്യമായ നിഅമത്ത് ഇസ്ലാമികമായ കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. രണ്ടിൽ നിന്നും അകന്നുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. മറുഭാഗത്ത് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ്. സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ എപ്രകാരം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് മഹാന്മാരായ സഹാബത്തിന് കൈമാറിയോ, ആ വിശ്വാസം നേടിയെടുക്കാൻ നമ്മളാരും തന്നെ തയ്യാറായിട്ടില്ല. ദീനിന്റെ ആന്തരികമായ കാര്യങ്ങളിൽ സുപ്രധാനമായ ഈ വിശ്വാസം, ഈ ഈമാൻ, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം,
ഇത് ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ സംഭവിച്ചതെന്താണ്? നമുക്കിന്ന് അള്ളാഹുവിനോട് സ്നേഹമില്ലാതായി മാറി. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഖശിയ്യത്തില്ല. അള്ളാഹു തആല വെറുത്തു പോകുമോ എന്ന പേടി നമ്മൾക്കില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സമയത്ത്, ഏതൊരു അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്യുന്നോ അവനെ കുറിച്ച് നമുക്ക് യാതൊരു പിടിപാടുമില്ല. അവൻ നമ്മളെ തൊട്ട് എത്രയോ അകലെയായി നിലകൊള്ളുന്ന ഏതേ ഒരുത്തനെ ദിക്ർ ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. അങ്ങനെ നാം ദിക്ർ ചെയ്യുന്നവരായതിൻ്റെ പേരിൽ തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ വലിയ ഒരു ഗുണം ചെയ്തവരായിട്ടാണ് നമ്മളൊക്കെ സ്വയത്തെ മനസ്സിലാക്കുന്നത്. ഞാൻ സദാസമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ ഗുണം ചെയ്യുന്നവരായി നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. അള്ളാഹു തആല നമ്മളെ രക്ഷിക്കട്ടെ. എന്നാൽ ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്കുണ്ടാവുകയും ആ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നമുക്ക് ബന്ധമാവുകയും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിനോടുള്ള ഖശിയ്യത്തും നമ്മുടെ ഹൃദയത്തിൽ പിടികൂടുകയും ചെയ്താൽ നാം അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്തും നമുക്കുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനെ ഓർക്കുകയോ അള്ളാഹുവിനെ അനുസരിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവനെ ഓർക്കുന്നവനാക്കി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവന് നന്ദി ചെയ്യുന്നവനായി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഈ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നേറാൻ നമുക്ക് അവസരമുണ്ടാവുമായിരുന്നു. ഈ ദീനിൻ്റെ ആന്തരികമായ അകമായ ഈമാനിനെ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന്മാരോട് സംബന്ധിച്ചത് നേടിയെടുക്കാൻ നമ്മൾ തയ്യാറാവുകയായിരുന്നെങ്കിൽ. आज हम इल्म जाहिर को, नेमत बातिनी को, आज इनको तर्क करने की वजह से, आज किसी पर एक पर इक्तफा करने की वजह से आज हमारा क्या मामला है? आज हमारे आमाल में भी खराबी है, आज हमारे अकीदे खराब, आज हमारे अमल कैसे है? आज अमल तो हम कर रहे हैं, सिर्फ सूरत अमल है, हकीकत अमल से हमारा कोई ताल्लुक नहीं. आज हम नमाज अदा करते हैं, रोजा, ज़कात, हज, जो भी हम अमल करते हैं सूरत है, हकीकत से हमको कोई ताल्लुक नहीं. आज हम नमाज अदा कर रहे हैं, कैसी नमाज? हम मुहासबा करें, अपना जायजा ले. ये बयान, ये महफिल किसी के खिलाफ या किसी के बारे में तारीफ नहीं अजीज दोस्तों, बल्कि महफिल मुनाकिद हुई है तो सिर्फ और सिर्फ अपनी इस्लाह के लिए, अपने जायजे के लिए. देखिए और मुहासबा करे कि मेरे अंदर अच्छाई है या खराबी है. देखिए मेरे अंदर क्या अल्लाह की रजा है या अल्लाह की नाराजगी है. देखिए आज हमारे अमाल का क्या मामला है. आज मुसलमान इबादत तो करता है, लेकिन कैसी इबादत है? अमल तो हो रहा है, लेकिन वो अमल में ना खुशू है ना खुजू है. सिर्फ इतना ही नहीं, बल्कि कर भी रहा है ये कैफियत में कि मैं कर रहा हूँ तो इसके अवज में मुझे जन्नत मिल जाएगी. कर भी रहा है तो ये एहसास में कि मैं करने की वजह से मुझे जहन्नम से नजात मिलेगा. मैं अगर नहीं करूंगा तो मुझे जहन्नम मिलेगी, करूंगा तो जन्नत मिलेगी. हम अमल करते हैं, इबादत करते हैं तो किसी न किसी की गरज में, चाहे वो दुनिया की हो या हमारी आखिरत की हो. लेकिन हमको करना कैसा था? आज हमको क्या करना था? आज हमको किसी के लिए नहीं बल्कि अल्लाह की रजा के लिए हमको अमल करना था. आज कहाँ है? आज ना अल्लाह की रजा हमारी जिंदगी में है, ना हमको न इबादतों में ना खुशू है, ना खुजू है, ना हुजूर क़ल्ब है, कुछ नहीं है. अल्लाह ताला हम सबों की इस्लाह की हमें तौफीक अता फरमाए. ബഹുമാനികളെ, ദീനിൻ്റെ ഈ സുപ്രധാനമായ കാര്യങ്ങളിൽ സദാസമയം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കേണ്ട ഈമാന്, ആ ഈമാനികമായ കാര്യങ്ങൾ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അള്ളാഹുമായുള്ള ബന്ധം നമുക്കില്ലാതായി മാറി. അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹു നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരല്ലാതായി മാറി. പിന്നെ ഈ ദീനിൻ്റെ ആന്തരികമായ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന
ഈ ഈമാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെ നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നു, അമലുകൾ ചെയ്യുന്നു. ആ ഇബാദത്തുകളും അമലുകളും ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? ആ ഇബാദത്തിന്റെ കോലങ്ങളും ബാഹ്യ രൂപങ്ങളും മാത്രമാണുള്ളത്. അതിൻ്റെ കഴമ്പോ ആ അമലുകളുടെ ആ ഇബാദത്തുകളുടെ ആന്തരിക സത്തയോ ഗുണമോ ഒന്നും നേടാനാവാതെയുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, നമ്മൾ അമല് ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകളുടെ നിലവാരം എന്താണ്? ഏതടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകളാണ് നമ്മൾ നിർവഹിക്കുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും മനസ്സിലാക്കി പോകരുത്, നാം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയം ആരെങ്കിലും ആക്ഷേപിക്കുകയാണ് എന്ന്. ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആരെയും ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പുകഴ്ത്താനോ ഇതിനൊന്നിനുമല്ല ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം നാം ഓരോരുത്തരും നമ്മുടെ സ്വയത്തെ നന്നാക്കാൻ, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ശരിയായ വിശ്വാസ വക്താവായിട്ടുണ്ടോ, എൻ്റെ അമലുകൾ ആ അമലിൻ്റെ യഥാർത്ഥ ദിശയിലൂടെ തന്നെയാണോ ഞാൻ ചെയ്തു പോരുന്നത് എന്ന് പരിശോധിക്കാനും, അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനെ നന്നാക്കാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഈ മഹത്തായ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനികളെ, നാം അഥവാ ഈമാനികമായ സർവസമയത്തും നമ്മിൽ ഉണ്ടാകേണ്ട ദീനിന്റെ അസലായ അകക്കാമ്പായ അതിൻ്റെ അടിത്തറ അടിവേരായ ഈ കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അമലുകൾ ചെയ്യുന്നു, നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഈ നിസ്കാരം ഖുശൂഓടുകൂടി നിർവഹിക്കണം എന്നാണ് അള്ളാഹുവിന്റെ താക്കീതുള്ളത്. ഈ നിസ്കാരം നിർവഹിക്കുന്നത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ നമ്മൾക്ക് ഖുശൂഉമായി യാതൊരു ബന്ധവുമില്ല, ഖുദൂഉമായി യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ഹൃദയ സാന്നിധ്യമില്ല, അള്ളാഹുവിന് മുമ്പിൽ ഹൃദയത്തെ ഹാജരാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ അള്ളാഹുമായുള്ള ഒരു വിചാരമോ ബന്ധമോ ഒന്നുമില്ലാതെയുള്ള ഒരു നിസ്കാരമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പിന്നെ ആ നിസ്കരിക്കുന്നെങ്കിൽ തന്നെ നമ്മളൊക്കെ ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഒന്നുകിൽ നമ്മൾക്ക് സ്വാർത്ഥമായ നമ്മുടെ താല്പര്യങ്ങളുണ്ട്, ഭൗതികമായ നമ്മുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങള് നടക്കണമെന്നതിൻ്റെ പേരിൽ അത് നടക്കാൻ വേണ്ടി അതിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഇബാദത്തുകളും ഈ ദിക്റൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അത് ഭൗതികമാകട്ടെ അതല്ലെങ്കിൽ അഭൗതികമാകട്ടെ ഉഖറവിയായതാകട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്നു ഈ നിസ്കരിച്ചാൽ അതിൻ്റെ പേരിൽ എനിക്ക് പ്രതിഫലമായി സ്വർഗം കിട്ടും, ഇങ്ങനെ ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള നിസ്കാരം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നിസ്കാരം ഞാൻ നിർവഹിച്ചാൽ നിസ്കാരത്തിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ നിസ്കാരം. ഇങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നിസ്കരിച്ചില്ല എങ്കിൽ നരകത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ശിക്ഷ എനിക്കുണ്ടാകാൻ പറ്റില്ല, അതിനുവേണ്ടി നിസ്കരിക്കുക. നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടും. ഇങ്ങനെ ഈ മോഹങ്ങൾക്ക് വേണ്ടി വസ്തുക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഉടമസ്ഥനായ റബ്ബിന്റെ അവൻ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളെ അറിഞ്ഞുകൊണ്ട് അവന് നന്ദിയായിക്കൊണ്ട് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ റിള അവന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഈ ദിക്റും ഇബാദത്തുമൊന്നും നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എന്തിൻ്റെ പേരിലാണ്? ഈ സമയത്തെങ്കിലും നമ്മൾ കണ്ണുണ തുറക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തയ്യാറാകണം. നമ്മൾ ദീനിന്റെ ഒരു ഭാഗം സൽപ്രവർത്തനങ്ങളുടെ പട്ടികയെക്കുറിച്ച് മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. ദീനിന്റെ വിശ്വാസപരമായ ആന്തരികമായ കൽബിനോടും ആത്മാവിനോടും ബന്ധപ്പെട്ട ദീനിന്റെ ഉന്നതമായ വിഷയങ്ങൾ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനോട് ബന്ധമാവുകയുള്ളൂ, അള്ളാഹുവിനോട് സ്നേഹമാവുകയുള്ളൂ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. बुजुर्गों और दोस्तों, आज हम दोनों नेमतों को अगर जानते समझते, क्या कैफियत होती हमारी, क्या मामला होता हमारा, हम जब इबादत करते, हम जब अमल करते, जब हम अल्लाह को राजी करने के लिए जब हम नमाज पढ़ते, वो नमाज कैसी होती हमारी, नमाज जब हम अदा करते तो अल्लाह उसको कबूल भी करता और वह नमाज हमको गुनाहों से बचाती.
गुनाहों से वो नमाज हमको बचाती। जरा गौर करना, आज ये नेमतों को तर्क करने की वजह से, जिन नेमतों को अल्लाह ने हम पर मुकम्मल किया है, आज उसको छोड़ने की वजह से, पशे बुस डालने की वजह से क्या मामला है हमारा। आज मुसलमान नमाज भी अदा कर रहा है लेकिन गुनाह को छोड़ने वाला नहीं बना। नमाज भी अदा कर रहा है, गुनाह भी जारी है, गुनाह भी जारी है। अगर दोनों नेमतों को अगर हासिल करता, इबादत तो इबादत, गुनाह के ख्याल पे भी वो बंदा तौबा करता, गुनाहों के ख्याल पे भी वो तौबा करता। गुनाह तो बहुत दूर की बात है, जब वो इबादत करता तो इबादत ऐसी इबादत होती कि गुनाहों से उसको बचाती, गुनाहों से उसको बचाती। आज क्या कैफियत है हमारी। अल्लाह ताला क्या इरशाद फरमा रहा है, इन्नस्सलात तन्हा अनिल फहशाई वल मुनकर। अल्लाह क्या बयान कर रहा है, बेशक नमाज फौशात से और मुनकरात से इंसान को बचाती है। नमाज पढ़ने वाला बचता है नहीं कह रहा है परवरदिगार, नमाज को कायम करने वाला, नमाज को अदा करने वाला गुनाहों से बचता है नहीं, बल्कि नमाज गुनाहों से बचाती है। किसको? नमाज पढ़ने वाले को। बुजुर्गों, हमारी नमाजें हैं, जायजा लेना, हम मुहासबा करना, हम अपने अपने गिरबान में नजर डाल के देखो, दौड़ा कर देखो हम अपनी नजर को, क्या ये मेरी नमाजें, क्या मेरी इबादत, क्या मुझको गुनाहों से बचा रही है। आज कैसे कैसे गुनाह हम में जाहिर हो रहे हैं, कैसे कैसे गुनाहों के मुर्तकिब हम बन रहे हैं। नाम मुसलमान का है, सुन्नत मुहम्मदुर रसूलुल्लाह चेहरे पर है, लिबास मुसलमानों का है, सब कुछ मुसलमानों का है, लेकिन गुनाह का अगर मामला देखे तो गैरों से भी हम आगे बढ़े हुए हैं, गैरों से भी हम आगे बढ़े हुए हैं। आज शराब नोशी में आज दौरे हाजिर का मुसलमान आगे, आज जरा देखे कैसे गुनाहों में है, शराब में मुसलमान आगे। बिलखुसूस ये केरला की सरजमीन, अल्हम्दुलिल्लाह यहाँ पर कोई इस्लाम की कमी नहीं है, बल्कि हर गली में सव्वो उलमा मौजूद है। बुजुर्गों, यहाँ पर मसाजिद की कमी नहीं है, यहाँ पर बयानात की कमी नहीं है। सिर्फ इतना ही नहीं, बल्कि जिक्र की महफिलों की भी कमी नहीं है, दुरूद मुहम्मदुर रसूलुल्लाह पर दुरूद पढ़ने वालों की भी कमी नहीं है, दुरूद पढ़ाने वाले महफिलों की भी कमी नहीं है। इतना सब रहने के बावजूद भी आज हम कहाँ पर आकर ठहरे हुए हैं, किस मकाम पर हम ठहरे हुए हैं। बुजुर्गों, ये उलमा की गलती नहीं है, या औलिया की गलती नहीं है, बल्कि हमारी गलती है, हमारी गलती है। हम उनकी सोबतों में न बैठने की वजह से, हम उनकी सोबतों को इख्तियार न करने की वजह से आज हम इस मकाम पर ठहरे हुए हैं। अल्लाह ताला हम सबों की हिफाजत फरमाए। ബഹുമാനികളെ, പരിശുദ്ധ ദീനിന്റെ ഈ രണ്ട് കാര്യങ്ങളിൽ, അതിൻ്റെ ബാഹ്യമായ അനുഗ്രഹങ്ങളെയും അതിൻ്റെ ആന്തരികമായ അനുഗ്രഹങ്ങളും, രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ രണ്ടിനെയും പൂർത്തീകരിക്കപ്പെട്ട സ്ഥിതിയിൽ, രണ്ടിനെയും സമ്പാദിച്ചുകൊണ്ടാണ് അഥവാ നാം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, സൽപ്രവർത്തനങ്ങളുടെ മേഖലയിൽ മുന്നേറാൻ ശ്രമിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മൾ ബാഹ്യമായ കൽപ്പനകൾ പാലിക്കുന്നതിനോടൊപ്പം ആന്തരികമായ അല്ലാഹുവിന്റെ നിഅമത്തുകളെ കൂടി സമ്പാദിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരായിരുന്നുവെങ്കിൽ, ഒന്നാമതായി അല്ലാഹു തആല നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടും, നമ്മളെ നിസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതോടൊപ്പം ദോഷങ്ങളായി എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയവരായി മാറുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, ബാഹ്യമായ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട്, മറുവശത്ത് അതോടൊപ്പം തിന്മയും തെറ്റുകളും അതുപോലെ നമ്മളോടൊപ്പം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഈ നന്മകൾ ചെയ്യുന്നതിനോടൊപ്പവും അത് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തിന്മകളും തെറ്റുകളും ഒഴിവാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എന്ന് നാം ചർച്ച ചെയ്യുകയാണ്, നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നൽകിയ നിഅമത്തുകളിൽ അതിൻ്റെ ബാഹ്യമായ നിഅമത്തുകളെ മനസ്സിലാക്കാൻ മാത്രമേ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതിൻ്റെ ആന്തരികമായ ബാത്തിനിയായ നിഅമത്തുകളേതോ അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായില്ല. അതിന് അഥവാ നമ്മൾ തയ്യാറായിരിക്കുമെന്നെങ്കിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ
ഈ ബാത്തിനിയായ നിഅമത്ത് മനസ്സിലാക്കി അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഗുണങ്ങളുടെ ബോധ്യത്തിലായിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്ത് അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തിക്ക് പിന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാനോ തിന്മകൾ ചെയ്യാനോ സാധ്യമാവുകയില്ല. ഈ നിലക്കുള്ള സുരക്ഷിതമായ ഒരു കവചം ഈ നിസ്കാരത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനിക്കുന്നതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നിസ്കാരം എല്ലാ തിന്മകളെ തൊട്ട്, വിലങ്ങിയതായ കാര്യങ്ങളെ തൊട്ട്, എല്ലാ മ്ലേച്ഛമായ ദുഷിച്ച കാര്യങ്ങളെ തൊട്ട് തടയുന്നതാണ് നിസ്കാരം. നാം മനസ്സിലാക്കണം, നിസ്കരിക്കുന്ന ആളുകൾ തെറ്റ് ചെയ്യുകയില്ല എന്നല്ല അള്ളാഹു പറഞ്ഞത്. നിസ്കരിക്കുന്ന ആളുകൾ തെറ്റുകളെ ഒഴിവാക്കുമെന്നല്ല പറഞ്ഞത്. അള്ളാഹു തആല പറയുന്നു, നിസ്കരിക്കുന്ന ആളുകളെ നിസ്കാരം തെറ്റുകളെ തൊട്ട് തടയും. നിസ്കാരം തെറ്റുകളെ തൊട്ട് തടയും. മ്ലേച്ഛമായ കാര്യങ്ങളെ തൊട്ട് നിസ്കാരം തടയുമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരം ഈ തെറ്റുകളെ കൊണ്ട് നമ്മളെ തടഞ്ഞില്ല? ഈ നിസ്കരിക്കുന്ന വ്യക്തി നിസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഷർത്തുകൾ അറിയാം, അതിന്റെ നിബന്ധനകൾ അറിയാം, ഫറളുകൾ അറിയാം. താടി വെച്ചിട്ടുണ്ട്, ശരഈയായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തന്നെയാണ് നിസ്കാരം നിർവഹിച്ചത്. ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടും നമ്മുടെ നിസ്കാരം നമ്മളെ തെറ്റുകളെ തൊട്ട് എന്തുകൊണ്ട് തടഞ്ഞില്ല? നമ്മൾ എപ്രകാരം നന്മകൾ ചെയ്യുന്നോ അതിനേക്കാളൊക്കെ അപ്പുറം ഇസ്ലാമികേതര ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകളേക്കാൾ ഉപരിയായി തെറ്റുകളും കുറ്റങ്ങളിലുമൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ് ഈ തെറ്റുകളെ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാകാതെ വന്നത്? നാം നോക്കുക, നമ്മിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഏതൊക്കെ വിധത്തിലുള്ള തെറ്റുകളാണ്? ഒന്നാമതായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മദ്യപാനം പോലത്തെ ലഹരി പ്രവർത്തനങ്ങൾ ഇന്ന് ആകമാനം ജനങ്ങളിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു, താടിയുണ്ട്, മുസ്ലിമിന്റെ പേരാണുള്ളത്. എവിടെയാണ് കുഴപ്പങ്ങളുള്ളത്? പ്രത്യേകിച്ച് ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോ വഴിയോരത്തിലൂടെ പോയാൽ നൂറുകണക്കിന് ഉലമാക്കളെ ഓരോ ഗല്ലികളിലും നടന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എത്രയോ മദ്രസകൾ കാണാൻ കഴിയും, പള്ളികൾ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ദിക്റിന്റെ സദസ്സുകൾ എത്രയോ സ്ഥലങ്ങളിലായി നടത്തപ്പെടുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, സലാത്തിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന എത്രയോ സദസ്സുകൾ കാണാൻ കഴിയും. ഉപദേശിക്കുന്നവരെ കാണാൻ കഴിയും, പ്രസംഗിക്കുന്നവരെ കാണാൻ കഴിയും. സ്ഥാപനങ്ങളും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇത്രമാത്രം വർദ്ധിച്ച് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു നിലനിൽക്കെ എന്തിൻ്റെ പേരിലാണ് നമ്മളെ നിസ്കാരം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ ഉള്ളതിനോടൊപ്പം നമ്മൾ നിസ്കരിക്കുന്നു, തെറ്റിൽ നിന്ന് നമ്മൾക്ക് ഒഴിവാകാൻ സാധിച്ചിട്ടില്ല. ഏതൊക്കെ തെറ്റുകൾ മറ്റുള്ളവർ ചെയ്യുന്നു അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിലുള്ള പലരും തെറ്റിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദികളാരാണ്? ഇത് ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ കുഴപ്പമല്ല, ഇത് മശായിഖന്മാരുടെ കുഴപ്പമല്ല, ഇത് നമ്മുടെ സ്വയത്തിന്റെ കുഴപ്പമാണ്. നമ്മളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആന് നമ്മളെയാണ് ഉണർത്തിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ മേൽ ബാഹ്യമായ അനുഗ്രഹങ്ങളെയും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ആന്തരിക അനുഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സ്വയത്തെ പരിശോധിക്കേണ്ടതായിരുന്നു. അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ സദഖയിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ ഈ ബാഹ്യമായ അനുഗ്രഹങ്ങൾ സമ്പാദിക്കുന്ന രംഗത്ത് എൻ്റെ അധ്വാനം എത്രയാണ്? ഞാൻ എത്രമാത്രം പ്രവർത്തിച്ചു? അല്ലാഹു തആല പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ ആന്തരികമായ അനുഗ്രഹങ്ങൾ, ആ ആന്തരികമായ ബാത്തിനിയായ നിഅമത്ത്, അത് സമ്പാദിക്കുന്ന രംഗത്ത് എൻ്റെ അധ്വാനം എത്രമാത്രമാണ്? ഞാനത് മനസ്സിലാക്കാൻ എത്രമാത്രം മുന്നോട്ട് വന്നു? ഈ കാര്യത്തെക്കുറിച്ച് സ്വയം പരിശോധന നടത്തിക്കൊണ്ട് അള്ളാഹു നൽകിയ ബാഹ്യമായ അനുഗ്രഹങ്ങളെയും ആന്തരികമായ അനുഗ്രഹങ്ങളെയും ഒരേ സമയം നമ്മൾ നിർവഹിക്കുന്നവരായിരുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കൈകെട്ടി നിന്നാൽ അള്ളാഹു തആലാക്ക് ചെയ്യുന്ന ഇബാദത്തിന്റെ അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. बुजुर्गों और दोस्तों, आज हमारी नमाजें कहाँ हमको गुनाहों से बचा रही है? नमाज पढ़ने वाला तो है, लेकिन उसे नमाज गुनाहों से नहीं बचा सक रही.
उसकी वजह क्या है? नेमतों को हम छोड़ने की वजह से, तर्क करने की वजह से। आज नेमतों को, नेमतें ज़ाहिरी व बातिनी को अगर हासिल करते तो ये नमाज, बुजुर्गों हमारा अकीदे की अगर हम इस्लाह करते तो ये नमाज ज़रूर बज़रूर हमको गुनाहों से बचाती। आज कैसे कैसे गुनाह, शराब हराम, वो शराब को छुड़ाने के लिए आज हर महल्ले में लोग जमा होते हैं, शराब को छुड़ाने के प्लानिंग बनाते हैं, लोगों को समझाते हैं, लेकिन कोई छोड़ने वाला नहीं है, कोई छोड़ने वाला नहीं है, बल्कि शराब और आदी हो रहे हैं, शराब का और लहर। क्या कैफियत हो गई है वो गुनाह से, क्या मामला हो गया है? आज शराब पीने वाला शराबी, क्या मामला है? वो महल्ले में खराब। सिर्फ इतना ही नहीं, बल्कि अपने घर में जब जाता है, शराब के आदत की वजह से, नशे की वजह से आज वो अपने हाथ को माँ के ऊपर भी उठा रहा है, माँ को मार रहा है, बाप को मार रहा है। बुजुर्गों सिर्फ इतना ही नहीं, बल्कि शराब को पैसे न देने की वजह से माँ को, बाप को कत्ल कर रहा है। बुजुर्गों ये नौबत कहाँ आ गई है? मुसलमान है लेकिन अमल हो रहा है। अल्लाह हमारी हिफाजत फरमाए। ये वजह क्यों है? अगर हम इसकी तलाश करेंगे सामने आएगी वजह हमारे। आज हम हमारे अकीदों में हम नाकाम हैं। आज हम अपने अकीदों को सहाबा और मुहम्मदुर रसूलुल्लाह की तरह नहीं बनाए। देखो सहाबा इकराम रिज़वानुल्लाहि ताला अलैहिम अजमईन, जब शराब को हराम किया गया तो वह शराब से जब रुके, जब शराब से वह दूर हुए, जब वो शराब को रोडों पर जब फेंके तो अल्लाह के अजाब को देखकर नहीं, अल्लाह के अजाब को देखकर नहीं, जहन्नम को देखकर नहीं, बल्कि अल्लाह की मोहब्बत में वो छोड़ने की वो कोशिश की है। बुजुर्गों अल्लाह की मोहब्बत में, अल्लाह के एहसानात को जानते हुए जब इसको देखे तो शराब को छोड़ने को पसंद किए, अल्लाह की रजा के मुताबिक जिंदगी बसर किए। ये गुनाह, ये गुनाह, ये गुनाह, अरे गुनाह को देखकर शराब को मत छोड़ो, गुनाह को देखकर गुनाहों से मत बचो, अल्लाह को देखकर और उसके हबीब को देखकर, उसकी मोहब्बत की खातिर अगर हम गुनाहों से बचेंगे इंशाअल्लाह नमाज हमको गुनाहों से बचाएगी। ബഹുമാനികളെ, നാം അഥവാ ദീനിൻ്റെ ബാഹ്യമായ അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ടതിനോടൊപ്പം ഈ ദീനിൽ അല്ലാഹു തആല ചെയ്ത ബാത്തിനിയായ നിഅമത്തുകൾ, ആ അനുഗ്രഹങ്ങളെ കൂടി അത് നൽകുന്ന മഹാന്മാരോട് ബന്ധപ്പെട്ട് നേടിക്കൊണ്ടാണ് നമ്മുടെ അമലുകൾ നിർവഹിക്കുന്നതെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നിശ്ചയമായും നമ്മുടെ നിസ്കാരം എല്ലാ തെറ്റുകളെ തൊട്ടും നമ്മളെ തടയുമായിരുന്നു. നാം ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരായി മാറുകയുമായിരുന്നില്ല. ഈ തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും സാധിക്കുമായിരുന്നു. പക്ഷേ നാം എന്തു ചെയ്തു? നാം ദീനിൻ്റെ അകക്കാമ്പായ, ദീനിൻ്റെ ആന്തരികമായ നിഅമത്ത്, വിശ്വാസകാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ അള്ളാഹുമായി അടുപ്പിക്കുന്ന, അള്ളാഹുമായി ബന്ധമുണ്ടാക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ ഖശിയ്യത്തും ഉണ്ടാക്കി തരുന്ന ഈ ഖശിയ്യത്തും മുഹബ്ബത്തുമാണ് തെറ്റുകളെ തൊട്ട് തടയാൻ നമ്മളെ സഹായിക്കുക. ഈ മുഹബ്ബത്തും ഖശിയ്യത്തും ഉണ്ടാക്കി തരുന്ന ഈ ഈമാനിന്, വിശ്വാസത്തിന്, ആന്തരിക നിഅമത്തിന് സ്ഥാനം കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകാതിരുന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായി മാറി? നമ്മുടെ ചുറ്റുപാട് എങ്ങനെയായി മാറി? ഇന്ന് മദ്യത്തിന്, ലഹരിക്ക് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അടിമപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെ തടയാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എപ്രകാരം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം ഒക്കെ ആലോചിക്കാൻ തയ്യാറാകണം. നമ്മളെ നാടുകളിൽ ഓരോ പ്രദേശങ്ങളിലും ആളുകൾ പരസ്പരം, ജനങ്ങൾ, ഓരോ കമ്മിറ്റിക്കാരും ഓരോ സംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ആസൂത്രണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭരണകൂടം ആസൂത്രണം ചെയ്യുന്നു. അതിനുവേണ്ടി ജാഥകളും സമ്മേളനങ്ങളും സദസ്സുകളും സംഘടിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ലഹരിയെ ഒന്ന് നിർത്താൻ സാധിക്കുക? അതിന് തടയിടാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ഈ ലഹരി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മറ്റ് തെറ്റുകൾ ചെയ്യുക എന്നതിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോകുന്നതായി കാണാൻ കഴിയുന്നില്ല. എത്രമാത്രം ഈ തെറ്റുകൊണ്ട് അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യപാനം, അതല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗം എന്നതിൽ മാത്രം അത് അവസാനിച്ചില്ല. മറിച്ച് ഈ ലഹരി ഉപയോഗിക്കുന്നവൻ മൊത്തം നാട്ടിന് തന്നെ ഒരു ഉപദ്രവമായി മാറിയിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നവര് അവരുടെ വീട്ടിലെത്തിയാൽ
പിന്നെ ആ ലഹരിയിൽ അവൻ മയങ്ങിക്കിടക്കുകയല്ല, അവൻ്റെ കൈകള് അവൻ്റെ മാതാപിതാക്കളിലേക്ക്, അവൻ്റെ മറ്റുള്ളവരേക്ക് ഉയരുന്ന കാഴ്ചപ്പാടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ വിലപിടിപ്പുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചവൻ ജോലി ചെയ്യാൻ തയ്യാറാകാതെ കയ്യിൽ പണമില്ലാതായി വരുമ്പോൾ ഈ പണത്തിന് വേണ്ടി തൻ്റെ ഉമ്മയോടും വാപ്പയോടും ചോദിക്കുമ്പോൾ അവരത് നൽകാൻ തയ്യാറാകാതിരുന്നാൽ ഈ സ്വന്തം മാതാപിതാക്കളെ വരെ മുസൽമാന്റെ പേരുള്ള ഈ മദ്യപാനി, ഈ ലഹരി ഉപയോഗിക്കുന്നവൻ കൊന്നു തള്ളാൻ തയ്യാറായ ഒരു കാലഘട്ടത്തിന്റെ ചിത്രമാണ് വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിലൊക്കെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈനംദിനം ദീനീയായ രംഗത്ത് ഇത്രയും പുരോഗതി കൈവരിച്ച നമ്മുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ അതിന് തടയിടാനുള്ള മാർഗം എന്താണ്, അതിനുള്ള ആസൂത്രണം എന്താണ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീന് ഇതിനൊക്കെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഈ തെറ്റിന്റെ ആസക്തി, ഈ തെറ്റിനോടുള്ള ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ ഉയർന്നു വരുമ്പോൾ അതിനെ നിർത്തലാക്കാനുള്ള മാർഗം അത് കേവലം ഉപദേശങ്ങളെ കൊണ്ടല്ല, ശിക്ഷകളെ കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ് ഇവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മുഹബ്ബത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ശിക്ഷയുടെ പേരിൽ തെറ്റുകളെ ഒഴിവാക്കിക്കുകയല്ല പരിശുദ്ധ ഇസ്ലാം ചെയ്തത്. ആ ഇസ്ലാം തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൂടെയല്ല ഇസ്ലാം തെറ്റുകളെ നിർമ്മാർജ്ജനം ചെയ്തത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു ആരാണ് എന്നും അള്ളാഹു നമുക്ക് ഓരോ നിമിഷവും ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും ഇസ്ലാമികമായ അള്ളാഹുവിൻ്റെ ആന്തരികമായ നിഅമത്തുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ അടിമകൾക്കും ബോധ്യപ്പെട്ടപ്പോൾ അവർ എപ്രകാരം നന്മകൾ ചെയ്യുന്നതിൽ ആവേശമുള്ളവരായിരുന്നു, അതുപോലെ തന്നെ തെറ്റുകളെ ഒഴിവാക്കുന്നവരും അവർ ആവേശമുള്ളവരായി മാറി. മഹാന്മാരായ സ്വഹാബത്തിന് മധ്യേ നേരത്തെ മദ്യം അനുവദിക്കപ്പെട്ട ഒന്നായിരുന്നു, ശേഷം അത് നിഷിദ്ധമാക്കപ്പെട്ടു. ആ സമയത്ത് ഈ മദ്യത്തെ, ഈ ലഹരിയെ മഹാന്മാരായ സ്വഹാബത്ത് ഒഴിവാക്കിയത്, ആ മദ്യം നിറച്ചു വെച്ച പാത്രങ്ങൾ തച്ചുടച്ചത്, വായിലേക്കൊഴിച്ച മദ്യം വരെ തുപ്പിക്കളഞ്ഞ് ഇറക്കാൻ തയ്യാറാകാത്ത അവസ്ഥകൾ മഹാന്മാരായ സ്വഹാബത്ത് സ്വീകരിച്ചത് ഇത് ഇറക്കിയാൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടല്ല, ഇത് തച്ചുടച്ചെങ്കിൽ ഇവിടെ ഏത് ശിക്ഷയാണ് നടപ്പിലാവുക എന്ന പേരിലല്ല, മറിച്ച് ഇതിനെ ഒഴിവാക്കാൻ തയ്യാറായത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ദീനിന്റെ ആന്തരിക നിയമത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി കൊടുത്ത ആ ഉന്നതമായ സ്നേഹബന്ധം ഇന്ന് ആധുനിക മുസൽമാന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഈ സ്നേഹബന്ധം ഏതുവരെ ഈ ആന്തരിക നിയമത്തിലൂടെ നേടിയെടുക്കുന്നില്ലയോ അതുവരെ ഈ തെറ്റുകളുടെ ശത്രുവായി മാറാൻ നമുക്ക് സാധ്യമാവുകയില്ല. നമ്മൾ ഏതൊക്കെ നന്മകൾ ചെയ്താലും ആ നന്മകളോടൊക്കെ ഒപ്പം തിന്മയും അതിനേക്കാളൊക്കെ ഉപരിയായി ഉന്നതമായി മുന്നിലോടുന്നൊരു കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുക. അത് രക്ഷപ്പെടണമെങ്കിൽ നാം ദീനിൻ്റെ ആന്തരികമായ നിയമത്തിലേക്ക് ശ്രദ്ധിക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് എല്ലാ തെറ്റുകളും രക്ഷപ്പെടുത്തി സുന്ദരമായ ഒരു ജീവിതം അല്ലാഹു തആല അവൻ്റെ തൃപ്തിയോടെ നമുക്കൊക്കെ പ്രദാനിക്കുന്നതാണ്. नाज़रीन इकराम, ये नेमतों को हम तर्क करने की वजह से, आज औलिया अल्लाह की सोहबत को इख्तियार न करने की वजह से, उलमा की सोहबत में न बैठने की वजह से आज हम कहाँ जा रहे हैं, कहाँ जा रहे हैं? हम अपना जायजा ले, मुहासबा करे। घंटियां बज रहे हैं, वक्त आने वाला है, आज किसी और पर आया है तो कल हमारे ऊपर आने वाला है, कल हमारे ऊपर आने वाला है। आज हम अपने ऊपर जुल्म कर रहे हैं, आज हम अपनी जानों पर रहम नहीं कर रहे हैं, इसीलिए आज एक जालिमों को अल्लाह ताला हमारे ऊपर रखा है, हमको उनके तहत में रखा है। बुजुर्गों, इसकी वजह यही है कि हम अपनी जानों पर जुल्म नहीं कर रहे हैं। अगर हम अपनी जानों पर जुल्म करते, अगर हम अपना मुहासबा करते, अल्लाह जरूर हम पर फजल फरमाता। अपने रहमत की बारिश, अपने रहमतों की बारिश अल्लाह रहमतों को नाजिल करता आसमानों से और जमीनों से। बुजुर्गों, लेकिन अफसोस आज हम अपना मुहासबा नहीं कर रहे हैं। आज कहाँ जा रही है आज ये उम्मत? बुजुर्गों, आज शराब हमारे नजदीक आम, आज उसी तरह जिना भी हमारे नजदीक आम।
जिना भी हमारे नजदीक आम। आज का हमारा क्या तरीका बन गया है, ये केरला की जमीन हो या कहीं और भी हो, आज शादियों की जरूरत नहीं है, आज शादियों की जरूरत नहीं है, बच्चियों को भी जरूरत नहीं है, बच्चों को भी जरूरत नहीं है, बूढ़े हो जा रहे हैं, शादी नहीं हो रही है। बुजुर्गों, मैं आप तमाम से अदबन दरख्वास्त करता हूँ, जब उम्र मुकम्मल होगी जल्द से जल्द बुजुर्गों हम शादियों की तरफ तवज्जो दे। बुजुर्गों हम अपनी औलाद की हिफाजत करें, बुजुर्गों हम अपने बेटों की, अपने बेटियों की हिफाजत करें, वरना अगर हम जो मोहम्मदुर रसूलुल्लाह जिस चीज की ताकीद किए हैं अगर हम उससे गाफिल रहकर अगर हमारी औलाद को छोड़ देंगे, याद रखना हम ये उम्मीद नहीं लगा सकते कि वो अच्छाई की तरफ जाएंगे, उनसे बुराई ज़हूर में आएगी, शैतान बुराई की तरफ उन्हें ले जाएगा। बुजुर्गों ना नमाज उनको रोकेगी, ना आपकी दुआएं उनको रोक सकेगी, ना आपकी दुआएं उनको रोक सकेगी। हम अपने हाल पर, हम अपनी औलाद पर रहम करने की हम कोशिश करें कि उनको उसवे मोहम्मदुर रसूलुल्लाह पर गुजारने की कोशिश करें। आज हम ये शादियों का, आज ये ख़त्म होने की वजह से, आज शादियों की ज़रूरत जल्द नहीं होने की वजह से क्या कैफियत है, आज हम जिन्स शादी कर रहे हैं, आज हम जिन्स शादी कर रहे हैं, बच्चा बच्चे के साथ, बच्ची बच्ची के साथ, आज ये आम हो रहा है। बुजुर्गों आज दूसरे घर वालों के बेटा बच्चा बच्चा के साथ जा रहा है, बच्ची बच्चे के साथ, बच्ची के साथ जा रही है, कल हमारा घर भी इज्जत में आने वाला है। वो आने से पहले अगर हम कोशिश करेंगे, अगर हम इस तरफ अगर हम अपने तवज्जो को, अपनी औलाद की तवज्जो को इन नेमतों की तरफ फेरेंगे, अल्लाह जरूर हम पर फजल फरमाएगा। ബഹുമാനികളെ, ദീനിന്റെ ആന്തരികമായ വശങ്ങളെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞോ, അതിന് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് മനസ്സിലാക്കി തരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമുക്ക് ആവശ്യമില്ലാതായി മാറി. അവരെ സഹവാസം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സൽപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിലും നമ്മളുടെയും നമ്മുടെ വീടിൻ്റെയും നാടിൻ്റെയും അവസ്ഥ എന്താണ്? എപ്രകാരം നന്മകൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്നോ അതിനേക്കാൾ ശക്തമായ നിലക്ക് നമ്മുടെ ഇടയിലേക്ക് തിന്മകളും തെറ്റുകളും കയറിക്കൂടിയിരിക്കുകയാണ്. ഈ ലഹരിയുടെ ഉപയോഗം ഇന്ന് എത്രമാത്രം നമ്മുടെ ഉള്ളിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതിന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളൊക്കെ ചെന്നെത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു പക്ഷേ മനസ്സിലാക്കുന്നുണ്ടാകും, ഇത് മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവമല്ലേ, നമ്മളെ വീട്ടിൽ ഇതൊന്നുമില്ലല്ലോ. അടുത്ത വീട്ടിൽ നടക്കുന്നെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. ഇതേ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിലേക്കും ഇത് കയറി വരാൻ തയ്യാറാകും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ബാധ്യത നിറവേറ്റി മുന്നേറി നന്ദിയുള്ളവരായി മാറാനും നമ്മൾ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? അല്ലാഹു തആല നമ്മളെ ദുആ സ്വീകരിക്കാൻ തയ്യാറല്ല. അല്ലാഹു തആല നമ്മൾ സ്വയം നമ്മുടെ മേൽ അക്രമം ചെയ്യുന്നവരായി മാറിയപ്പോൾ, നമ്മൾ സ്വയം നമ്മുടെ മേൽ കൃപ ചെയ്യാൻ തയ്യാറാകാതിരുന്നപ്പോൾ, ഈ അക്രമികളായ നമ്മുടെ മേൽ അല്ലാഹു തആല അക്രമികളായ അധികാരികളെയാണ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ കീഴിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ ഈ നിഅമത്തുകളെ നമ്മൾ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ സ്വയഷ്ടപ്രകാരം നമുക്കിഷ്ടമുള്ളത് ഏതോ അത് നമ്മൾ ഏറ്റെടുത്തു. അല്ലാഹു തആല പ്രാധാന്യം നൽകിയ ആന്തരികമായ ഈമാനികമായ നിഅമത്തിനെ നമ്മൾ മാറ്റി നിർത്തിയപ്പോൾ നമുക്കുള്ള ശിക്ഷയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ വൈകിപ്പോകരുത്. ഈ മണിയടി ശബ്ദം മറ്റ് പല നാടുകളിൽ നിന്നും നമ്മളെ ചെവികളിൽ കേൾക്കുന്നെങ്കിൽ ആ അപകടകരമായ അവസ്ഥ, അള്ളാഹുവിൻ്റെ ആ ശിക്ഷയുടെ കോലം അത് നമ്മുടെ പക്കലും ഇറങ്ങാൻ സാധ്യമായ ഒന്നാണ്. മറിച്ച് നാം സ്വയത്തിൻ്റെ മേൽ അക്രമം ചെയ്യുന്ന ഈ അക്രമത്തിൽ നിന്ന് മാറി നിന്ന് സ്വയത്തിൻ്റെ മേൽ കൃപ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സാമീപ്യം സ്വീകരിച്ച് ദീനിൻ്റെ ബാഹ്യ നിയമത്തിനെയും ആന്തരികമായ നിയമത്തിനെയും ഒരേ സമയം ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായാൽ ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും അവൻ്റെ റഹ്മത്തുകളും ബർക്കത്തുകളും നമ്മുടെ മേൽ കോരിച്ചെറിയാൻ തയ്യാറാണ്. പക്ഷേ അതിന് നാം സ്വയമായി നമ്മിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം. ആ മാറ്റമുണ്ടാകണമെങ്കിൽ ബാഹ്യമായ ചടങ്ങുകൾ മാത്രം നിർവഹിച്ചാൽ പോരാ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരോട് സഹവസിച്ചുകൊണ്ട്
ആന്തരീയമായ നിഅമത്തേതോ അതിനെ പ്രാപിക്കാൻ നമ്മൾ തയ്യാറാവുകയും അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഏതെല്ലാം തെറ്റുകളാകട്ടെ, ഈ ലഹരിയാകട്ടെ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ദൂഷ്യമായൊരു രംഗമാണ് വ്യഭിചാരം. ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കല്യാണത്തിൻ്റെ ആവശ്യമില്ല. ആൺകുട്ടികൾക്കും കല്യാണം വേണ്ട, പെൺകുട്ടികൾക്കും കല്യാണം വേണ്ട. എത്ര പ്രായമായാലും വയസ്സരായാലും ശരി, ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്, ഇങ്ങനെ ഭൗതികമായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കല്യാണത്തെ, വിവാഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയ അവിടെ വ്യവസ്ഥയെ മാറി നിന്നുകൊണ്ട് നമ്മൾ മുന്നേറിയപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന അവസ്ഥ എന്താണ്? വിവാഹം, ബന്ധം എന്നുള്ളത് നമ്മൾ വിദൂരമാക്കിയപ്പോൾ നമ്മുടെ ഇടയിൽ വ്യഭിചാരം ഇന്ന് വ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ്, എൻ്റെ കുട്ടി അതിലൊന്നും പെടുകയില്ല, അത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ രക്ഷപ്പെട്ടവരാണ്. മറ്റുള്ള വീടുകളിൽ നടക്കുന്ന അതേ കാര്യം നാളത്തെ ദിവസം നമ്മളെ വീട്ടിലേക്കും കയറി വരാൻ മതിയായ സ്ഥിതിയിലാണുള്ളത്. അതിനെ തടുക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. ഈ വിവാഹത്തെ മാറ്റി നിർത്തി വ്യഭിചാരം ആമായപ്പോൾ, പൊതുവായപ്പോൾ ഉണ്ടായ അവസ്ഥ എത്ര അപകടകരമായതാണ്. ഞാൻ ഈ സദസ്സിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പന ഏതോ, അവിടുത്തെ സന്ദേശമേതോ, അവിടുത്തെ പാന്താവേതോ, അത് അവിടുത്തെ ഗുലാമീങ്ങളായ നമ്മുടെ മേൽ ഏറ്റെടുക്കൽ നിർബന്ധമായ കാര്യമാണ്. ആ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഉന്നതമായ ചര്യയെ ഏറ്റെടുത്തുകൊണ്ട് വിവാഹപ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടിയായാലും ശരി, ആൺകുട്ടിയായാലും ശരി, അവരുടെ വിവാഹം നടത്താൻ നമ്മൾ തയ്യാറാവുക. രക്ഷിതാക്കൾ അതിന് മുന്നിട്ടിറങ്ങുക. എന്നതുപോലെ ഓരോ പ്രായപൂർത്തിയായവരും അതിൻ്റെ പ്രായത്തിലേക്ക് എത്തിയാൽ മറ്റൊന്ന് കാത്തിരിക്കാതെ അവരുടെ വിവാഹത്തിന് വേണ്ട പ്രവർത്തനങ്ങളേതോ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തീരുമാനമേതോ, ആ തീരുമാനം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതിൽ നിന്ന് മാറി നിന്നപ്പോൾ, വിവാഹത്തിനെ ഒഴിവാക്കിയപ്പോൾ വ്യഭിചാരം ആമായി. പിന്നെ നടക്കുന്ന കല്യാണം ഏതാണ്? ആണിനോടുള്ള കല്യാണം, പെണ്ണിനോടുള്ള കല്യാണം. ഇങ്ങനെ ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയായി പറയാൻ പോലും സാധ്യമല്ലാത്ത ദൂഷ്യമായ കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ മുസൽമാന്റെ ഇടയിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ഈ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെറ്റുകളെ എങ്ങനെ തടുക്കാൻ നമുക്ക് സാധിക്കും? അതിനുള്ള മാർഗം അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ കൈകളിൽ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബാഹ്യമായ പ്രവർത്തനങ്ങൾ, അവരെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എപ്രകാരം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ എന്നതുപോലെ തന്നെ അവൻ്റെ ആന്തരീയമായ നിയമത്ത് ഓരോ നിമിഷത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമുടി നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളും നന്മകളും ഏതോ, ഈ കാര്യത്തെക്കുറിച്ച് സവിസ്തരമായി അള്ളാഹും അവൻ്റെ റസൂലും നമ്മളെ മുമ്പിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ബാത്തിനിയായ നിയമത്തുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് നമ്മളെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിനുള്ള ഖശിയ്യത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അവരുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ച് മുന്നേറിയാൽ ഇൻഷാ അള്ളാഹ് ഈ തെറ്റുകളിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനിക്കുന്നതാണ്. बोलना तो बहुत कुछ है, लेकिन वक्त इजाज़त नहीं दे रहा है. इंशाअल्लाह अल्लाह से हम सबों की दुआ है कि यहाँ पर जो भी जमा हुए हैं, ऐ अल्लाह यहाँ पर जमा होने को कबूल फरमा और हम सबों को हमारे अपने ऊपर, अपने जानों पर रहम करने की तौफीक अता फरमा. പറയാൻ പലതുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. തൽക്കാലം ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ രണ്ട് വശവും മനസ്സിലാക്കി സ്വന്തം ജീവൻ്റെ മേൽ കൃപ കാണിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനിക്കട്ടെ. ऐ अल्लाह हम सबों की तू कामिल मग़फ़िरत फरमा. ऐ अल्लाह हमारे गुनाहों को माफ़ फरमा. ऐ अल्लाह हम सबों को तेरे मुताबिक, ऐ अल्लाह तेरे मंशा के मुताबिक, तेरे हबीब के मंशा के मुताबिक ज़िंदगी को आगे बढ़ाने की तौफ़ीक़ अता फरमा. ऐ अल्लाह हम गुनहगार है, बदकार है, सियाहकार है, जो कुछ भी है इसमें कोई शक नहीं है, लेकिन हम तेरे महबूबीन के से वाबस्ता है, तेरे हबीब की उम्मत है. ऐ अल्लाह इन निस्बतों के खातिर तो हम पर रहम फरमा, करम फरमा, हमारी जानों पर रहम फरमा. ऐ अल्लाह हम सबों को ईमान वाला बना दे, मुत्तकी बना दे. ऐ अल्लाह तेरे वादों को
پر یقین کرنے والا بنا۔ اے اللہ تیرے جتنے بھی وعدے ہیں ان تمام وعدوں کا ہم سبوں کو مستحق بنا دے۔ اے اللہ تو رحم فرما، کرم فرما، اس محفل میں جو بیمار ہے سبوں کو شفا عطا فرما، ان کے متوسلین جو بیمار ہے اللہ انہیں بھی شفا عطا فرما، جو پریشان ہیں ان کے پریشانیوں کو دور فرما، ہم سبوں پر رحم فرما، کرم فرما، بجاہ سیدنا محمد مصطفیٰ۔